ഇന്ന് കുഞ്ഞൂസിന് LSSന്റെ ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവന്റെ സ്കൂളിലേക്കല്ല പോകേണ്ടത്, വേറെ സ്കൂളിലേക്കാണ്. ഇവിടെ അടുത്തുള്ള തലപ്പുഴ സ്കൂളിൽ പോകണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ബുധനാഴ്ച കളർ ഡ്രസ്സാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തേക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം തേക്കാൻ ഒരു സ്റ്റാൻഡ് ഇല്ല. ഒരു ടേബിളൊക്കെ വെക്കാൻ തന്നെ നമുക്ക് അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ ഇങ്ങനെ മടക്കുന്ന ടേബിളൊക്കെ ഇല്ലേ, അതൊന്നും എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട്. ഞാൻ ഓൺലൈനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചാൽ നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മടക്കി വെക്കാമല്ലോ. പിന്നെ എനിക്ക് തേക്കൽ നല്ല മടിയുള്ള കാര്യമാണ് കേട്ടോ. ഏട്ടനാണ് ഇവിടെ കൂടുതലും തേക്കുക. ഇന്നാണെങ്കിൽ ഏട്ടന് നല്ല വർക്ക് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രാവിലെ തേച്ചത്. പിന്നെ ഇന്ന് രാവിലെ ചായക്കുള്ള പരിപാടി നോക്കണം. ഇന്ന് രാവിലത്തേക്ക് ദോശയാണ്. ദോശ കുറേ ദിവസമായിട്ട് ഞാൻ ദോശ വിട്ടിട്ട്, ദോശയാകുമ്പോൾ എനിക്ക് കുറഞ്ഞ അളവിൽ ചുട്ടാൽ മതി. കാരണം ഞാനും കുഞ്ഞൂസും കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ. പിന്നെ കുഞ്ഞൂസിനാണെങ്കിൽ വേറെ സ്കൂളിലേക്ക് പോകണം എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. ആൾ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്, കുറച്ച് ടെൻഷൻ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സാർമാർ എങ്ങനെയുണ്ടാവും, കുട്ടികൾ എങ്ങനെയുണ്ടാവും, അങ്ങനത്തെയൊക്കെ ഒരു ടെൻഷനുണ്ട്. അവൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ, കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ ഇതാ കുഞ്ഞൂസിന് ഞാൻ വേഗം ഭക്ഷണം കൊടുത്തു. ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂടാക്കിയിട്ട് ദോശയും ചിക്കൻ കറിയും കൂടി കൊടുത്തു. പിന്നെ അവൻ്റെ കൂട്ടത്തിൽ ഞാനും വേഗം ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് ചിക്കൻ കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഇപ്പം നമ്മളൊന്നും ചെയ്യി കൊടുത്താലൊന്നും ശരിയാവില്ല കേട്ടോ. അവരുടേതായിട്ടുള്ള ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുടി വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ വൈകുന്നേരം മുടി ഒന്ന് വെട്ടിക്കൊടുക്കണം. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 തവണ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ 10 മണിക്ക് എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേഗം കുഞ്ഞൂസിനെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടു കേട്ടോ. തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ചോറും കറിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വേറെ പണികളൊന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് അങ്ങ് ഇരിക്കാമെന്ന്. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇന്ന് അത്യാവശ്യം നല്ല പണിയുള്ള ദിവസമാണ്. ഞാനിങ്ങനെ പണിയൊന്നും ഇല്ലാത്ത ദിവസം ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ പണികൾ ഇങ്ങനെ കണ്ടെത്തും കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും ചെയ്ത പണികൾ തന്നെയല്ല, അപ്പോൾ ഇന്നൊരു ദിവസം വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. ഏട്ടനിന്ന് പണിയും ഉണ്ട്, അതിൻ്റെ കൂടെ നല്ല രീതിയിൽ അലർജി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടൻ എത്ര ഗ്ലാസ് ചായ കുടിക്കുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് മധുരമില്ലാത്ത ചായയാണ്. അപ്പോൾ ഇത് ചായ നമ്പർ 1. അപ്പോൾ ഇതാ നമ്മുടെ ചായ നമ്പർ 2 ആണ് കേട്ടോ. ഇത് ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? 12:45 കേട്ടോ. ഇത് നമ്മുടെ 3ാമത്തെ ചായയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ 4ാമത്തെ ചായയാണ് കേട്ടോ. ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. കുഞ്ഞൂസിനെ കൂട്ടാൻ പോകാനും ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ 4ാമത്തെ ചായ. ഇന്നത്തെ കോട്ട തീർന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു പണിയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഫുൾ ചായ വെപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൂസിനെ കൂട്ടാൻ പോകാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ്സിന് ഷോൾ ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഷോൾ ഇടും, ഇടയ്ക്ക് ഷോൾ ഇടില്ല. അപ്പോൾ 4 മണിക്കാണ് ക്ലാസ് കഴിയാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് കുറച്ച് നേരം കാത്തിരുന്നു. അപ്പോഴേക്ക് ഇതാ കുഞ്ഞൂസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് കുഞ്ഞൂസിൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണം. മുടി വളർന്നാൽ തന്നെ ഒരു ക്ഷീണം പിടിച്ചൊരു ലുക്കായിരിക്കും കേട്ടോ. മുടി എത്ര പെട്ടെന്ന് വളരുന്നതെന്നറിയോ? അപ്പോൾ കുഞ്ഞൂസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചുഴി ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്താലും ശരിയാവില്ല. പിന്നെ ഇപ്പോൾ ഇതാ മുടി വെട്ടിയപ്പോൾ ഒന്ന് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൂസിന് വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞങ്ങൾ മാനന്തവാടിയുള്ള ദോശ ഹബിലാണ് വന്നത്. ഇവിടെ നല്ല ആംബിയൻസ് ആണ്. ഇവിടെ കുറേ വെറൈറ്റി ദോശയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ ഒന്നില്ലെങ്കിൽ കോഫി ഹൗസിൽ, ഒന്നില്ലെങ്കിൽ ദോശ ഹബിലാണ് കേട്ടോ വരിക. കുഞ്ഞൂസിന് വലിയ താല്പര്യമില്ല, എന്നാലും വിശക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതാ വേഗം ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.